എന്തോ ഒരു കാര്യം വിഷമിപ്പിക്കുന്നുണ്ട്. പറ നന്ദു. നീ എന്താ ഞങ്ങളെ പരീക്ഷിക്കാണോ? അയ്യോ അച്ഛ വേണ്ട. ഹലോ, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ. നമ്മുടെ ദേവിക ഭയങ്കര കരച്ചിലാണ്. നമ്മുടെ ഭാർഗവിയുടെ വീട്ടില് മുരളിയും ഗൗരിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ നന്ദനോട് നന്ദനെ വെച്ചിട്ട് ഇങ്ങനെ ദേവിക പറയുന്നുണ്ട്, നന്ദുവിന് എന്തോ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം കിടപ്പുണ്ട്, അത് പറയാതിരുന്നിട്ട് നന്ദുവിന് ഈ ബുദ്ധിമുട്ട്, പറ നന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരോടും പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ചോദിക്ക്, നന്ദുവിനോടൊന്ന് പറയാൻ പറ എന്നൊക്കെ പറഞ്ഞ് ദേവിക ഭാർഗവി ആന്റിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണേ. നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും. അപ്പുറത്ത് ചന്ദ്രോത്ത് വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ സിദ്ധാർത്ഥനും നീ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണോടാ എന്നും പറഞ്ഞ് നന്ദനെ തല്ലാനൊക്കെ പോകുന്നുണ്ടേ. അപ്പൊ ദേവിക വേണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനെ തടയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ നന്ദൻ ഇങ്ങനെ മൂകമായി തന്നെ നിൽക്കുക. ലാസ്റ്റ് നമ്മുടെ ദേവിക നന്ദനോട് പറയുന്നുണ്ട്, നന്ദു ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാനും നന്ദുവിനെ പോലെ ഈ ഒരു മുറിയിലേക്ക് ഉൾവലിഞ്ഞു നിൽക്കും. അപ്പൊ നന്ദുവിന് സമാധാനവും തൃപ്തിയാവും. അതുവരെ നന്ദു മിണ്ടാതിരുന്നു എന്നും പറഞ്ഞിട്ട് ദേവിക സങ്കടത്തിലും ദേഷ്യത്തിലും തന്നെ ആട്ടോ ഈ ഒരു ഡയലോഗ് പറയുന്നത്. അപ്പൊ നന്ദു ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുന്നുണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ഒന്ന് കാര്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷെ പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ് അല്ലെ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.